ഹായ് ഓൺ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് വെഡിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നെറ്റിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് ഇതാണ്. നെറ്റാണ് ഫാബ്രിക് വരുന്നത്. നെറ്റിൽ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്ത സാരിയാണ് വരുന്നത് കേട്ടോ. ഇനിയിപ്പം ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ഈസ്റ്റർ വരുന്നുണ്ട്. ഈസ്റ്റർ ഒക്കെ കഴിയുമ്പോഴേക്കും ഹോളി കമ്മ്യൂണിയൻസിന്റെ ബാപ്റ്റിസം അങ്ങനെ എന്ത് ചർച്ചിലുള്ള ഏത് ഫംഗ്ഷനും നമുക്ക് ഇടാനായിട്ട് നല്ല എല്ലാ കളേഴ്സും നല്ല ലൈറ്റ് ആയിട്ടും പേസ്റ്റൽ ചാർട്ടുമാണ് വരുന്നത്. എല്ലാം നല്ല നല്ല ലൈറ്റ് ഷെയ്ഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളറാണ് കേട്ടോ. കാരണം പീച്ച് കളർ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. കാരണം അതിന്റെ ഹെവി ആയിട്ടുള്ള ആ ഒരു ത്രെഡ് വൈറ്റ് കളറിലാണ് ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് പോകുന്നത്. ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും ആണ് അതിനകത്ത് ഹെവി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സാരിയുടെ ബോർഡർ വരുന്നത് ഇതുപോലെയാണ്. ഇതുണ്ടോ, ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കൊടുക്കുന്നത്. അതിന്റെ ഉള്ളിൽ ആ ഒരു സ്റ്റോൺ സിൽവർ കളറിലുള്ള സ്റ്റോൺ വെച്ചിട്ട് ഭയങ്കര ഹെവി ഫീൽ തരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതാണ് ബോർഡർ കൊടുക്കുന്നത്. സാരിയുടെ ബോർഡർ വരുന്നത് ഓപ്പോസിറ്റ് ബോർഡറും സെയിം തന്നെയാണ്. നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വരുന്ന ഈ ഭാഗം മുതലാണ് അതിന്റെ വർക്ക് ഈ ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോഡിയിൽ ഹെവി ആയിട്ട് തന്നെയുള്ള ഈ ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും പ്ലസ് അതിന്റെ ഉള്ളിലും ഇതുപോലെ ആ ഒരു സ്റ്റോൺ വർക്കും സ്കാറ്റേഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെഡിങ്ങിന് ക്രിസ്ത്യൻ ബ്രൈഡിനൊക്കെ വെഡിങ്ങിന് ഇപ്പൊ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. കാരണം ഒരു 1-1.5 മണിക്കൂറത്തെ കാര്യം നമുക്ക് ആ സമയത്തതേ ഉള്ളൂ. പിന്നെ എല്ലാവരും തന്നെ യൂഷ്വലി അത് ഇങ്ങനത്തെ സാരീസ് ഉപയോഗിക്കാറില്ല, നോർമലി ഉപയോഗിക്കാറില്ല. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്തേക്ക് അധികം ഒത്തിരി ഒരു റേറ്റിന്റെ വേണ്ടാന്നല്ല, അങ്ങനെ വിചാരിക്കുന്നവർക്ക് മാത്രം നല്ലൊരു ഓപ്ഷൻ ആണ് ഈ സാരി കേട്ടോ. കാരണം അത്യാവശ്യം നല്ല റിച്ച് ആയിട്ട് നിൽക്കും. പ്രൈസ് റേഞ്ച് ആണെങ്കിലും നമുക്ക് ഒത്തിരി അങ്ങോട്ട് വലിയൊരു ഹെവി പ്രൈസ് വരുന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ട് കാരണം ഇനിയിപ്പോൾ മാരേജും വെഡിങ് എല്ലാം വരുന്ന ഒരു സമയമാണ്. ഈസ്റ്റർ ഒക്കെ കഴിയുമ്പോഴേക്കും നല്ല ഹെവി ആ ഒരു തിരക്ക് വരും. അപ്പൊ അങ്ങനെയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. ഇതാണ് സാരിയുടെ ഒരു ബോഡി വ്യൂ വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഈ പ്ലേറ്റ്സ് ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു മിഡിൽ പോർഷനിൽ നിന്ന് താഴേക്ക് വീണ്ടും ആ ഒരു വർക്ക് ഹെവി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ താഴെയെല്ലാം ആ ഒരു വർക്ക് വരുന്നുണ്ട്. പ്ലേറ്റ്സിന്റെ ഭാഗത്തെല്ലാം നമുക്ക് ഈ ഒരു വർക്കും ബോർഡറും കിട്ടും കേട്ടോ. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെയാണ് സാരി വരുന്നത്. ഇതുപോലെയാണ് സാരി വരുന്നത്. മുന്താണിയുടെ എൻഡ് ഭാഗം വരെ മുന്താണി വരുമ്പോൾ എല്ലാ സൈഡും ആ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഹെവി ആയിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി വർക്കും ഇത് കണ്ടോ, ഇതുപോലെ ഇതാണ് മുന്താണി വരുന്ന സാരിയുടെ. ഇനി ബ്ലൗസ് പീസ് നമുക്ക് കാണാം. ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് 2 ലെയർ പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഇതാണ് ബാക്ക് സൈഡിലെ നെക്ക് കൊടുത്തേക്കുന്നത്. ആ ഒരു വർക്കും ത്രെഡിന്റെ വൈറ്റ് കളർ ത്രെഡിന്റെ വർക്കും പ്ലസ് ആ ഒരു സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് ബാക്കിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്ക് സൈഡിലെല്ലാം ഈ ഒരു വർക്ക് സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. പ്ലസ് സ്ലീവില് ഇതുപോലെ ഇതാണ് സ്ലീവിന്റെ വർക്ക് കൊടുക്കുന്നത്. സിമ്പിൾ ആയിട്ടും ബട്ട് നല്ല രസമായിട്ട് ഒരു ലേസ് കൊടുത്തിട്ട് ഫിനിഷിങ്ങിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റോൺ വർക്കും വരുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് സ്ലീവും അതുപോലെ തന്നെ ഇത് കണ്ടോ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വർക്കും ക്യൂട്ട് ആയിട്ടുള്ള കളേഴ്സും ആണ് വരുന്നത് കേട്ടോ. ഇതുപോലെ ഇതാണ് സാരിയുടെ ഒരു വ്യൂ വരുന്നത്. എങ്ങനെ വരും, എല്ലാം നല്ല അടിപൊളി പേസ്റ്റൽ ഷെയ്ഡുകളാണ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 2085 രൂപയാണ്. 2085 ആണ് വരുന്നത്. നമുക്കിതിന്റെ ഷെയ്ഡുകൾ വേഗം നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ്, പ്യുവർ വൈറ്റ് അല്ല, കുറച്ചൊരു കുറഞ്ഞ വൈറ്റ്. ഓഫ് വൈറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം പാറ്റേണും സെയിം വർക്കും തന്നെയാണ് വരുന്നത്. കളർ ചേഞ്ചസ് ആണ് വ്യത്യാസം വരുന്നുള്ളൂ. ബോർഡേഴ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ വരുന്നു. നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് സാരിയിൽ വരുന്നത് കേട്ടോ. ബോഡിയിൽ വരുന്നത് ഇതുപോലെ. ബോഡിയിലാണെങ്കിലും ആ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. പ്ലസ് ത്രെഡിന്റെ ഒരു ഹെവി വർക്കും വരുന്നുണ്ട്. ഇതുപോലെയാണ് സാരിയുടെ ബോഡി വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെയാണ്. എല്ലാ സൈഡും ആ ഒരു ഹെവി ബോർഡർ കൊടുക്കുന്നുണ്ട്. പ്ലസ് മുന്താണിയിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. സാരിയുടെ ബ്ലൗസ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഞാൻ സിംഗിൾ ലെയർ ആയിട്ട് എടുത്ത് കാണിക്കാം കേട്ടോ. ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഇതായിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നുണ്ടാവും. ഇതുണ്ടോ, ഇതാണ് അതിന്റെ ഒരു പാറ്റേൺ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടാവുമല്ലോ. ആ ഒരു നെക്ക് ലൈൻ കൊടുക്കുന്നുണ്ട്. നെക്ക് ലൈനിന്റെ ബേസ് താഴെ ബേസ് ആയിട്ടും ഹെവി ആയിട്ടുള്ള ഒരു വർക്കും സ്റ്റോൺ വർക്കും കൊടുക്കുന്നു. സ്ലീവ് ഇതുപോലെ സ്ലീവിന്റെ എൻഡും ആ ഒരു ലേസ് ആണ് കൊടുത്തേക്കുന്നത്. പ്ലസ് നമുക്ക് കുറച്ച് കയറിയിട്ട് ഇതുപോലെ ആ ഒരു വർക്ക് കൊടുക്കാൻ പറ്റും. 2 സൈഡിലും ആ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് നല്ലൊരു ഹെവി ഫീൽ കിട്ടും. നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. പ്രൈസ് സാരിയുടെ സെയിം തന്നെയാണ്. നമുക്ക് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നോക്കാം.
നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ പിങ്ക് ആണ് വരുന്നത് കേട്ടോ. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സും വളരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡുകളുമാണ് എല്ലാം വരുന്നത്. എല്ലാത്തിലും ആ ഒരു ബോഡിയിൽ വരുന്ന വർക്ക് വൈറ്റ് കളറിന്റെ ത്രെഡിന്റെ വീവിംഗ് ആണ് വരുന്നത് കേട്ടോ. ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. പ്ലസ് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെയുള്ള സ്റ്റോൺ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. മുന്താണി വരുന്നത് ഇതുപോലെ എല്ലാ സൈഡും ഹെവി ആയിട്ടുള്ള ആ ഒരു ബോർഡർ കൊടുക്കുന്നു. ബ്ലൗസ് പീസ് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. എല്ലാത്തിലും സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ വരുന്നത്. നെക്കിലും ബ്ലൗസിന്റെ ബാക്ക് സൈഡിലും സ്ലീവിലും ആ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ഒരു വർക്ക് ബ്ലൗസ് പീസിലും വരുന്നുണ്ട്. നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. അടുത്ത് വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ, പേസ്റ്റൽ ഗ്രീൻ ടോൺ ആണ് വരുന്നത്. ഇതാണ് സാരിയുടെ. എല്ലാം സെയിം ആണ് കേട്ടോ. ഇതുപോലെ വരുന്നു. ടോപ്പ് ബോർഡർ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് സാരി വരുന്നത് കേട്ടോ. ഇതുപോലെ മുന്താണി വരുന്നത് ഇതുപോലെ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നല്ല രസമല്ലേ കളർ ഷെയ്ഡുകളും കാണാനായിട്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നെക്ക് വരുന്നുണ്ട്. ബാക്കിലെല്ലാം നല്ല ഹെവി ആയിട്ട് വർക്ക് പ്ലസ് സ്ലീവിലും വർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് വരുന്നത് കേട്ടോ. ഭയങ്കര ലൈറ്റ്, എല്ലാം ലൈറ്റ് ഷെയ്ഡുകളാണ് വരുന്നത്. ഇതാണ് സാരിയുടെ ബോഡി വരുന്നത്. ബോർഡർ എല്ലാം നല്ല ഹെവി ആയിട്ടുള്ള ആ ഒരു സ്റ്റോൺ വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുന്താണി വരുന്നത് ഇതുപോലെ. എല്ലാ സൈഡും ഹെവി ബോർഡർ കൊടുക്കുന്നുണ്ട്. ഹെവി ആയിട്ടുള്ള വർക്കും വരുന്നുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെ ഇതാണ് ബ്ലൗസിന്റെ ബോഡി വരുന്നത്. സ്ലീവ് വരുന്നത് ഇതുപോലെ. സാരിയുടെ പ്രൈസ് വരുന്നത് 2085 ആണ്. 2085 രൂപയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാറോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.